ഹലോ ഗൈസ്, ഇതിടെ കണ്ടാലോ? കുറച്ച് ലേറ്റായി പോയില്ലേ? സാരില്ല. അപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ച് സുബീസ്കാരൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം തക്ബീർ കേൾക്കാൻ വേണ്ടി പുറത്ത് പോയി നിന്നു കേട്ടോ. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഈ തക്ബീർ കേൾക്കുന്നതിൻ്റെ സുഖം അതൊന്ന് വേറെ തന്നെയാണല്ലേ. അപ്പോൾ തക്ബീറൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലുണ്ട് ഉള്ളുന്നൊരു ചോദ്യം, എന്താ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നില്ലേ? അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടില്ലല്ലോ എന്നുള്ള ചിന്ത പോയത്. വേഗം കിച്ചണിലോട്ട് ഓടിയിട്ടാ. പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം തലേദിവസം രാത്രി തന്നെ സാമ്പാറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓക്കെ ആക്കി. ഇതിനിടയിൽ കസ്റ്റാർഡ് കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചൂടാറിയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ്. ഫ്രിഡ്ജിൽ കയറ്റണ്ടേ, അതൊക്കെ ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത് വേഗം ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചു. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ തന്നെ, അതായത് പുലർച്ചെ ഒരു 4 മണിക്ക് തന്നെ ബിരിയാണി ദമ്മിടലടക്കം കഴിഞ്ഞ പാർട്ടീസാണ് ഞങ്ങൾ കേട്ടോ. കാരണം പിള്ളേരെ വെച്ചിട്ട് ഉച്ചക്കുള്ള പരിപാടികളൊന്നും പോസിബിൾ ആവില്ല. അതുകൊണ്ട് പിള്ളേർ ഉറങ്ങിയ സമയത്ത് തന്നെ പുലർച്ചയ്ക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഈദ്ഗാഹൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോയിട്ടാണ്. തിരിച്ചു വന്നപ്പോഴത്തേനും നല്ല വിശപ്പായിരുന്നു. സോ ഉച്ചക്ക് നമുക്ക് ചിക്കൻ ബിരിയാണിയും ചില്ലി ചിക്കനും കസ്റ്റാർഡും ആയിരുന്നു കേട്ടോ ഉച്ചക്കത്തെ നമ്മുടെ സ്പെഷ്യൽ മെനു എന്ന് പറയുന്നത് പെരുന്നാളിൻ്റെ. അങ്ങനെ അതൊക്കെ കഴിച്ച് ജുമാക്കൊക്കെ പോയി വന്നതിന് ശേഷം സുഖനിദ്ര ശുഭനിദ്ര, വേറൊന്നല്ല കേട്ടോ, പെരുന്നാളുറക്കം അത് മസ്റ്റാണല്ലോ നമുക്ക്. കഴിഞ്ഞിട്ട് എണീറ്റ് ഫ്രഷായി ഞങ്ങൾ കുറച്ച് കസിൻസിൻ്റെ റൂമിലോട്ടൊക്കെ പോയി. തിരിച്ചു വന്നപ്പോൾ അതാ ഒരു മൂവി കാണാനുള്ളൊരു പൂതി, പെരുന്നാൾ നൈറ്റൊക്കെ അല്ലേ. അപ്പോൾ അത് കാരണം എല്ലാവരും കൂടിയിട്ട് ഇതാ ഒരു മൂവിയൊക്കെ കണ്ട് ചില്ലായി. അപ്പോൾ അതാ മൂവി കണ്ടപ്പോൾ അതാ വീണ്ടും വിശപ്പിൻ്റെ വെളി വീണ്ടും വന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഉച്ചക്കത്തെ നമ്മുടെ ചില്ലി ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് മസാല ഒക്കെ ഉണ്ടാക്കി ബ്രെഡ് കൂട്ടി പടപടാന്നടിച്ചു. അങ്ങനെ ഫുഡടി കഴിഞ്ഞ് വീണ്ടും സുഖനിദ്ര ശുഭനിദ്ര. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.